يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു മനുഷ്യനും കടമെന്ന് പറയുന്ന വിഷയവുമായി ഏതെങ്കിലും നിലക്ക് ബന്ധമുള്ള ആളുകളാണ്. ഒന്നുകിൽ കടം കൊടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുന്നതിലൂടെ ഏതെങ്കിലും നിലക്ക് ആ വിഷയവുമായി ബന്ധപ്പെടാത്ത ആളുകൾ വളരെ വിരളമാണ്. ഇന്ന് സമൂഹത്തിൽ കാണപ്പെടുന്നത് പോലെ കടം വാങ്ങിക്കൂട്ടുക എന്നുള്ളത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോബിയാണ്. ആർഭാട ജീവിതത്തിന് വേണ്ടി, തന്റെ അയൽവാസിയുമായി സാമ്പത്തിക രംഗത്ത് കിടമത്സരം നടത്താൻ വേണ്ടി, ആളുകൾക്കിടയിൽ താൻ വലിയ സ്വാധീനമുള്ളവനാണെന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടി പല ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നവരുണ്ട്, ലോൺ എടുക്കുന്നവരുണ്ട്. ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം സാമൂഹികമായി ജീവിക്കുന്ന നമ്മള് ഒന്നുകിൽ കടം കൊടുക്കുന്നവരാകും, അതല്ലെങ്കിൽ വാങ്ങുന്നവരാകും. എന്താണ് ഇസ്ലാമിൽ പറയാനുള്ളത്, എന്താണ് അതിന്റെ ഗൗരവം എന്നത് നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ലാ തുഖീഫു അൻഫുസകും ബഅദ അംനിഹാ. പ്രവാചകൻ പറഞ്ഞു, നല്ല മനസ്സിനെ നിങ്ങൾ പേടിപ്പിക്കരുത്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, റസൂലെ താങ്കൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, അദ്ദൈൻ, കടം. ആ കടം വാങ്ങിയ ആൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പുറത്തിറങ്ങാൻ, ആളുകളിലേക്ക് ഇറങ്ങാൻ പേടിയായിരിക്കും. പല നിലക്കുള്ള കളവുകൾ പറയേണ്ടി വരും. ഉറങ്ങാൻ കഴിയില്ല. കഴിക്കുന്ന ഭക്ഷണത്തിന് അത്ര രുചിയുണ്ടാവില്ല. എന്തേ കാരണം? അവന് ഒന്നുകിൽ ലോൺ എടുത്തിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ഒരുപാട് കടം ആളുകൾക്ക് കൊടുക്കാനുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന ചില സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിന് മുന്നേ ഓർക്കുക, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ ഒരു ആയത്തിന്റെ പേര് തന്നെ എന്താ? ആയത്തുദ്ദൈൻ എന്നാണ്.
കടമിടപാടിനെ കുറിച്ച് പറയുന്ന ഒരു ആയത്ത്. വേറെ ഏതെങ്കിലും വിഷയത്തിൽ ആയത്തു സിന, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് അങ്ങനെ പേര് പറഞ്ഞിട്ടുണ്ടോ? ആയത്തുൽ ഖംർ, കള്ളുമായി. ആയത്തുൽ ദൈൻ, ഒരു പേജ് മുഴുവനായിട്ട് ഒരു ആയത്തിലൂടെ അല്ലാഹു ഇത് വിശദീകരിക്കണമെങ്കിൽ അതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു. സഹാബത്ത് മയ്യിത്ത് കുളിപ്പിച്ചു. ثم أتينا رسول الله صلى الله عليه وسلم ليصلي عليه. ഞങ്ങൾ ആ മയ്യിത്തിനെ പ്രവാചകന്റെ സമീപത്തേക്ക് മസ്ജിദിലേക്ക് കൊണ്ടുവന്നു നമസ്കരിക്കാൻ വേണ്ടി. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൊണ്ടുവന്ന ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഹാബത്തെ, ഹൽ അലൈഹി ദൈനുൻ, ഈ മരണപ്പെട്ട് കിടക്കുന്ന കഫൻ ചെയ്ത, കഫൻ പുടവ അണിഞ്ഞ ഈ വ്യക്തിക്ക് കടമുണ്ടോ? എന്തെങ്കിലും കടബാധ്യതകളുണ്ടോ? ഞങ്ങൾ ഉടനടങ്കം പറഞ്ഞു, ഖുല്ലാ യാ റസൂലല്ലാഹ്, നഅം യാ റസൂലല്ലാഹ്, അദ്ദേഹത്തിന് കടമുണ്ട്. ദീനാറാനി, 2 ദീനാർ അദ്ദേഹത്തിന് കടമുണ്ട്. ആ സമയത്ത് പ്രവാചകൻ അവർക്ക് കൊടുക്കുന്ന മറുപടി ഉണ്ട്, സല്ലൂ അലാ സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ തന്നെ നമസ്കരിച്ചോളൂ, ഞാൻ നമസ്കരിക്കുന്നില്ല. അതിന്റെ ഗൗരവത്തിൽ നിങ്ങൾ നോക്കൂ. ഒരു മയ്യിത്ത് കൊണ്ടുവന്നു, അതിനെ ചൂണ്ടി പ്രവാചകൻ ചോദിക്കുകയാണ്, ഹൽ അലൈഹി ദൈൻ, കടമുണ്ടോ? അത് റസൂലേ, ദീനാറാനി, 2 ദീനാർ കടമുണ്ട്. 2 ദീനാർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമുക്കൊക്കെ 1 രൂപ 2 രൂപയൊക്കെ ചില ആളുകൾക്ക് കടമാക്കുന്നത് പോലും ഭയമില്ലാതെയാ ജീവിക്കുന്നത്. ഒരു 10 രൂപ 20 രൂപ 100 രൂപ 1000 രൂപ കടം വന്നാൽ ഒരു പേടിയും ബേജാറും ഇല്ലാതെയാ ജീവിക്കുന്നത്. 2 ദീനാർ അന്നത്തെ കാലത്ത് വലിയ സംഖ്യയായിരുന്നു, വലുതെന്ന് പറയാൻ പറ്റൂല. അപ്പോ ലം യുസല്ലി അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ നമസ്കരിച്ചില്ല. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നുണ്ട്, ദൈനുഹു അലയ്യ യാ റസൂലല്ലാഹ്, അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തോളാം, ആ 2 ദീനാർ കടം ഞാൻ വീട്ടിക്കൊള്ളാമെന്ന് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ പ്രവാചകൻ ശരിക്ക് ചോദിക്കുകയാണ്, കടം നീ ഏറ്റെടുത്തോ? ഉത്തരവാദിത്തം നീ ഏറ്റെടുത്തോ എന്ന് വ്യക്തമായി പ്രവാചകൻ ചോദിക്കുക. എല്ലാ ബാധ്യതയും ഏറ്റെടുക്കേണ്ടി വരും. അതേ റസൂലേ, ഫസല്ല അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴാണ് പ്രവാചകൻ ആ മയ്യിത്തിന് വേണ്ടി നമസ്കരിച്ചത്. നമ്മൾ പറയാറില്ലേ, ആരെങ്കിലും മരണപ്പെട്ട് നമ്മൾ പള്ളിയിലേക്ക് മുന്നിലേക്ക് നമസ്കരിക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞാല് പ്രാർത്ഥനയുടെ കൂടെ കടമുണ്ടെങ്കിൽ മക്കളുമായി ബന്ധപ്പെടണം. എന്നാൽ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നത്, ആ മരണപ്പെട്ട വ്യക്തിക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും ചിലപ്പോ അത് കൊടുത്തു കൂട്ടാൻ അങ്ങനെ വൈകിപ്പിക്കാറുണ്ട്. മരണപ്പെട്ട ആളെ മറവ് ചെയ്യും. ആ ഖബറിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആ മക്കൾക്കറിയില്ല. ഖുർആൻ പറയുന്നത്, മിൻ ബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ ഔ ദൈൻ, അനന്തര സ്വത്ത് വീതം വെക്കുന്നിടത്ത് പറഞ്ഞു, അതിൽ നിന്ന് നിങ്ങൾ കടം വീട്ടണം. മക്കളെടുത്തുണ്ടെങ്കിൽ കൊടുക്കുക. മരണപ്പെട്ട വ്യക്തിക്ക് ഭൂമിയുണ്ട്, ബിസിനസ് ഉണ്ട്, അതല്ലെങ്കിൽ വരുമാനമുണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് ആ കടം നിങ്ങൾ ആദ്യം വീട്ടണം. അത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ അബൂ ഖതാദ കടമേറ്റെടുത്ത് അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് അടുത്ത ദിവസം പ്രവാചകൻ കണ്ടു, ചോദിച്ചു, നീ ആ കടം വീട്ടിയോ? അപ്പൊ അബൂ ഖതാദ പറഞ്ഞു, ഇന്നഹാ മാത അംസ്, ഇന്നലെ മരണപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ പറയില്ലേ, ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ, ഞാൻ കൊടുത്തോളാം, ഞാൻ വീട്ടിക്കോളാം റസൂലേ. അടുത്ത ദിവസം കണ്ടു, വീണ്ടും ചോദിച്ചു. അബൂ ഖതാദ കൊടുത്തിട്ടില്ല. 3-ാമത്തെ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ അത് കൊടുത്തിട്ടുണ്ട് ട്ടോ. പ്രവാചകൻ അപ്പൊ മറുപടി കൊടുക്കുന്നുണ്ട്, അൽആൻ ബർദത്തു അലൈഹി ജിൽദുഹു,
ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ തൊലിയൊന്ന് തണുത്തത്, ഇപ്പോഴാണ് ഖബറിൽ മനസ്സമാധാനം ലഭിച്ചത്, ഇപ്പോഴാണ് ഖബറിൽ ശാന്തി ലഭിച്ചത്. അതുവരെ പ്രയാസവും ഇടങ്ങാറായിരുന്നു. എന്ന് ഇന്നിപ്പോ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആയിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ കടം വാങ്ങിയിട്ട് അത് വരുന്നിടത്ത് വെച്ച് കാണാം. അതിനെപ്പറ്റി ചിന്തിക്കാതെ കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കാതെ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഒന്ന് അതിന്റെ ശിക്ഷ മാത്രമല്ല, അങ്ങനെ കടം കൊടുക്കാത്ത ഒരു മനുഷ്യൻ, തിരിച്ചു കൊടുക്കാത്ത മനുഷ്യണ്ടല്ലോ, ഓന്റെ അമലിൽ നിന്ന് ഇങ്ങനെ ആ പണം കൊടുക്കേണ്ട ആൾക്ക് അങ്ങനെ കൊടുക്കും. നമസ്കാരം ഉണ്ടാകും, നോമ്പുണ്ടാകും, ഹജ്ജ് ഉണ്ടാവും, സദഖയുണ്ടാവും, ഉംറയുണ്ടാകും. അതെല്ലാം ഇതിന് പകരമായി ആരുടെ പക്കൽ നിന്നാണോ പണം വാങ്ങിച്ചത് അദ്ദേഹത്തിന് അള്ളാഹു ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇനി ആരെങ്കിലും കടം വാങ്ങിയാൽ അത് വീട്ടണമെന്ന ഒരു ആഗ്രഹം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു ഇത് വീട്ടാൻ സഹായിക്കും. നമ്മുടെ മനസ്സ് പോലെയാണ് പല കാര്യങ്ങളും. നമ്മളിപ്പോ കടം വാങ്ങി 10,000 രൂപ കടം വാങ്ങി, എനിക്ക് ഇൻഷാ അല്ലാഹ് ഇത് കൊടുക്കണം അദ്ദേഹത്തിന്. ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് 10 ദിവസം അവധി പറഞ്ഞിട്ട് എനിക്ക് കൊടുത്തേ പറ്റൂ. അള്ളാഹു അവനെ സഹായിക്കും. എന്നാൽ ഒരാൾ പണം പാടിച്ചു, എന്നിട്ട് അവൻ പറയണം അതൊന്നും കൊടുക്കണ്ട, അവനെ കാണുമ്പോ മുങ്ങിയടക്കാം എന്നൊരു ചിന്തയാണെങ്കിൽ അവൻ അള്ളാഹു നഷ്ടം നൽകും. നമ്മൾ ഒരാളുടെ പക്കൽ നിന്ന് പണം കടം വാങ്ങിയാൽ, അവധി പറഞ്ഞാൽ, ആ അവധിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കലല്ല വേണ്ടത്, മുങ്ങി നടക്കലല്ല വേണ്ടത്, ആളുകൾക്കിടയിൽ വരാതിരിക്കലല്ല വേണ്ടത്. കഴിയില്ലെങ്കിൽ ആ അവധി ദിവസത്തിൽ വിളിച്ചു പറയാ, എന്നെ കൊണ്ട് സാധിക്കില്ല, അതിൽ ഒരു അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്, എന്നിട്ട് നീട്ടിക്കോട്ടെ. അങ്ങനെ മരണപ്പെട്ടു പോയ ആൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യിത്ത് നമസ്കാരം നമസ്കരിച്ചിട്ടില്ല. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ജഹസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ യൗമിൻ ജുലൂസൻ ഫീ മൗദിഇൽ ജനായിസ്, മദീനയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട ചില ജനാസകളുടെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് തലയുയർത്തിക്കൊണ്ട് അജബൻ, ഇതെന്തൊരു അത്ഭുതമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അങ്ങ് വിയർത്തു വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, സുബ്ഹാനല്ലാഹ് മാദാ ഉൻസിൽ, എന്താണ് ഇറക്കപ്പെട്ടത്, എന്ത് നിയമമാണ് ഇറക്കപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേടിയായി, ബേജാറായി, സങ്കടമായി. പ്രവാചകൻ പെട്ടെന്ന് ആകാശത്തേക്ക് തല ഉയർത്തി, എന്നിട്ട് വേർത്ത് കുളിച്ച് പേടിയോടുകൂടി പറയാണ്, സുബ്ഹാനല്ലാഹ്, എന്താണ് ഇറക്കപ്പെട്ടത്? അന്ന് സ്വഹാബത്ത് ഒന്നും ചോദിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. അടുത്ത ദിവസം റസൂലിനോട് ചോദിച്ചു, എന്ത് നിയമമാണ് താങ്കൾക്ക് വഹയിലൂടെ ഇറക്കപ്പെട്ടത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, അദ്ദൈൻ, കടത്തെക്കുറിച്ച് ഉള്ളൊരു വഹയാണ് എനിക്ക് ഇറക്കപ്പെട്ടത്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹു തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹി സുമ്മ ഉഹിയ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ട ഷഹീദായ ഒരു വ്യക്തി, സുമ്മ ഉഹിയ, ആ മനുഷ്യനെ അല്ലാഹു ജീവിപ്പിച്ചു, സുമ്മ ഖുതില സുമ്മ ഉഹിയ സുമ്മ ഖുതില സുമ്മ ഉഹിയ, അതായത് 3 തവണ രക്തസാക്ഷിയായ മനുഷ്യനെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യൻ അള്ളാഹു വീണ്ടും ജീവിപ്പിച്ചു എന്നിരിക്കുക. എന്നിട്ട് പറയാണ്, ആ ഷഹീദിനാണ് കടമുള്ളതെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കൂല, ആ കടം വീട്ടുന്നത് വരെ. ആരെ കുറിച്ച് പറഞ്ഞതെന്നറിയോ? ഷഹീദിനെ കുറിച്ച്. അള്ളാഹുവിന്റെ മാർഗത്തിൽ
ജിഹാദ് ചെയ്ത ശരീരം കൊണ്ട് ജിഹാദ് ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന് കടമുണ്ടെങ്കിൽ പോലും അത് നരകപ്രവേശനത്തിന് കാരണമാകും, സ്വർഗം തടയപ്പെടും. ഏതുവരെ? അത് വീട്ടുന്നത് വരെ. അത് നേരത്തെ പറഞ്ഞത് ഖബറിൽ അങ്ങനെ ഒരാൾ കിടക്കുകയാണെങ്കിൽ എന്നാണോ മക്കളത് വീട്ടുന്നത്, 1 വർഷം എടുത്തു, 2 വർഷം എടുത്തു, മാസങ്ങൾ എടുത്തു, അതുവരെ ആ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, മനസ്സമാധാനം ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല. അത്രയും ഗൗരവത്തോടു കൂടി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വിഷയമാണ്. ഖുർആൻ പറയുന്നത് വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അല്ലാഹുവിനെ സൂക്ഷിച്ച് ഒരാൾ ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജ, അവന് എവിടെയും കുടുങ്ങൂല, ഒരു കടം ഉണ്ടാവൂല, ഒരു പ്രയാസം ഉണ്ടാവൂല. നമുക്കിന്ന് കടം എവിടെയാ? ഉപജീവന മാർഗം. ആ സമയത്ത് നമ്മൾക്ക് കയ്യിൽ പണമില്ല എങ്കിൽ നമ്മൾ ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നു, പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നമ്മൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ഒരിക്കലും അവന് അത്തരത്തിലുള്ള പ്രയാസം ഉണ്ടാവില്ല. എന്താ പറഞ്ഞതെന്നറിയോ? അവൻ ഉദ്ദേശിക്കാത്ത മാർഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉപജീവന മാർഗം നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകണം. അതുപോലെ തന്നെ ദുആഇന്റെ കൂടെ കടം വീട്ടാനുള്ള മാർഗം അന്വേഷിക്കണം. ഒരാൾ കടം വാങ്ങി, അത് വീട്ടേണ്ട ബാധ്യത അവനുണ്ട്. അവന് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബേ ഈ കടം വീട്ടണേ. ആ പ്രാർത്ഥന മാത്രം പോരാ, ആ കടം വീട്ടാനുള്ള മാർഗം അവൻ അന്വേഷിക്കണം. കടം വീട്ടാനുള്ള കഠിന പരിശ്രമം അവന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കണം. വീട്ടണമെന്ന സത്യസന്ധമായ തീരുമാനം വേണം. കടം വീട്ടാൻ ധൃതിപ്പെട്ട് കാര്യങ്ങൾ അവൻ ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ വീട്ടാൻ കഴിയുള്ളൂ. ഞാൻ കുറെ കടം വാങ്ങിയിട്ടുണ്ട്, അത് വീട്ടാൻ കഴിയുന്നില്ല എന്ന് പരാതി പറയലല്ല. അതിനാഗ്രഹമുണ്ടെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ സഹായിക്കും. അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കടം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അത് എത്രയാണോ നീട്ടിക്കൊടുക്കുന്നത് നമുക്ക് സ്വതക്കയുടെ പ്രതിഫലം കൊടുക്കും. കടം കൊടുത്തതിന്റെ പ്രതിഫലമുണ്ട്, സ്വതക്കയുടെ പ്രതിഫലമുണ്ട്. ഖുർആൻ പറയുന്നു, തആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും നന്മയിലൊക്കെ നിങ്ങൾ പരസ്പരം സഹായിക്കണം. അതാരുമായിക്കോട്ടെ, ഏത് മതസ്ഥനായിക്കോട്ടെ, നമ്മൾ ആ രൂപത്തിൽ അവർക്ക് സഹായം നൽകിയാൽ റബ്ബിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകും. പക്ഷെ വാങ്ങുന്ന ആളുകളെ കുറിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ പല ആളുകളും ആ വിഷയത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്നതെന്നറിയോ? കടം വാങ്ങുന്നതിന്റെ കൂടെ അത് എഴുതി വെക്കൂല, വീട്ടിൽ ആരോടും പറയൂല. ഇപ്പൊ നമ്മൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് ഭാര്യയോട്, മക്കളോട്, ഉമ്മയോട്, ഉപ്പയോട് നമ്മൾ എത്രയാണോ കടം വാങ്ങിയത് ആ കണക്ക് അവരുമായി നമ്മൾ പങ്കിടണം. ആ ആയത്ത് ദൈനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹു, നിശ്ചിത അവധി വെച്ചുകൊണ്ട് നിങ്ങൾ അന്യോന്യം പല കടമിടപാടും നടത്തിയാൽ അത് നിങ്ങൾ എഴുതി സൂക്ഷിക്കണം. എത്ര ശക്തമായ വാക്ക് നോക്കൂ ഖുർആനിൻ്റെത്. നമ്മൾ കൊടുത്താൽ ഡേറ്റ് വെച്ച് എഴുതി വെക്കുക, ഇന്നയാൾക്ക് കൊടുത്തിട്ടുണ്ട്. വാങ്ങിയാൽ ഡേറ്റ് വെച്ച് എഴുതി വെക്കുക, ഇന്നയാളടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്, തന്നാൽ അത് വെട്ടുക. കൃത്യമായ ഒരു നിലപാടാണ് ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് കൊടുക്കുന്നത് പുണ്യമാണ്, നമ്മൾ കൊടുക്കണം. ആളുകൾ ചോദിച്ച് സഹായിക്കണം. പക്ഷേ ആ വാങ്ങുന്ന ആൾക്ക് അത് കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം, അതിനു വേണ്ടിയുള്ള കഠിന പരിശ്രമം നടത്തണം. എങ്കിൽ അത് വിട്ടാൻ റബ്ബിന്റെ സഹായം ഉണ്ടാകും. അത്രയും ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം. അതുകൊണ്ട് എല്ലാവിധ കടമുള്ള പ്രയാസങ്ങളിൽ നിന്ന്, കടമിടപാടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒന്ന്,
അബൂ സഅദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഫിൽ മസ്ജിദ്. പ്രവാചകൻ ഒരിക്കൽ പള്ളിയിലേക്ക് കയറി. നേരത്തെ പറഞ്ഞ രണ്ട് ചരിത്രങ്ങളുടെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. ഫഇദാ റജുലുൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി അബൂ ഉമാമ ഫജലസ, ആ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടു. പ്രവാചകൻ ചോദിച്ചു, അബൂ ഉമാമ മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദി ഫി ഗൈരി വഖ്തി സ്വലാത്ത്, നമസ്കാരത്തിന്റേതല്ലാത്തൊരു സമയത്ത് എന്തിനാണ് താങ്കൾ പള്ളിയിൽ ഇരിക്കുന്നത്? ഇപ്പൊ നമ്മളും നമസ്കാരത്തിന്റേതല്ലാത്തൊരു സമയത്ത് ഒരാൾ അങ്ങനെ പള്ളിയിൽ ഒന്നിരിക്കുമ്പോൾ നമ്മളും ചിലപ്പോൾ ചോദിക്കും എന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. നമസ്കാരത്തിന്റെ സമയമാണെങ്കിൽ ചോദിക്കൂല. അദ്ദേഹം പറഞ്ഞു, ഹുമൂമു ലസ്മതി വദുയൂൻ, റസൂലേ എനിക്ക് മനക്ലേശമുണ്ട്, പ്രയാസമുണ്ട്, ഒരുപാട് കടമുണ്ട് റസൂലേ. ടെൻഷനായിട്ട് പേടിയോടുകൂടിയിട്ടാണ് അള്ളാന്റെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഉമാമയോട് പറയുന്നുണ്ട്, അഫലാ ഉഅല്ലിമുക കലാമൻ, നിനക്ക് ഞാൻ കുറച്ച് വാക്കുകൾ പറഞ്ഞു തരാം. ഇദാ ഫഅൽതഹു, നീ അതുപോലെ പ്രവർത്തിച്ചാൽ അദ്ഹബ അല്ലാഹു ഹമ്മക വദൈനക, നിന്റെ കടം അല്ലാഹു മാറ്റിത്തരും, നിന്റെ ദുഃഖം സങ്കടം അല്ലാഹു മാറ്റിത്തരും, നിന്റെ മനക്ലേശം ഒക്കെ അല്ലാഹു മാറ്റിത്തരും. എന്നിട്ട് അബൂ ഉമാമ പറയുന്നുണ്ട് അവസാനട്ടോ, പ്രാർത്ഥന പറയുന്നതിന് മുന്നേ, ഫഅൽതു ദാലിക ഫഅദ്ഹബ അല്ലാഹു ഹമ്മി വഹുസ്നി വദൈനി, റസൂല് പഠിപ്പിച്ച ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു, അത് പ്രാവർത്തികമാക്കി, അതിലൂടെ എന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും എന്റെ കടം എല്ലാം മാറിക്കിട്ടി എന്ന് അബൂ ഉമാമ റിപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥനയുണ്ട്. അബൂ ഉമാമ ഇദാ അസ്ബഹത വഇദാ അംസൈത, വൈകുന്നേരമായാൽ അതുപോലെ തന്നെ പ്രഭാതമായാൽ താങ്കൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇപ്രകാരമാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബൻ വൽ ഉദ്ദൈനി വഗലബത്തിർ റിജാൽ. ചെറിയൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചാൽ നിന്റെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും. അതുപോലെ അല്ലാഹു മാറ്റി കൊടുത്തു. അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ, അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഹമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രയാസം. മനുഷ്യർ പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാകും, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ. ആ ഹമ്മിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണം. വൽ ഹുസ്ൻ, ടെൻഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് കുടുംബ ജീവിതമൊക്കെ നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പല രൂപത്തിലുള്ള ടെൻഷൻ ഉണ്ടാവും, ദുഃഖമുണ്ടാകും. ആ ദുഃഖത്തിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. വൽ അജ്സി വൽ കസൽ, ദുർബലത എന്നിലുണ്ടാകരുത് റബ്ബേ. കസൽ, മടിയുണ്ടാകരുത്. എല്ലാത്തിനും നല്ലൊരു ശക്തി, ഒരു ആക്റ്റീവ് എനിക്ക് നൽകണം എന്ന പ്രാർത്ഥന റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പിശുക്കിൽ നിന്നും പേടിയിൽ നിന്നും രക്ഷ ചോദിക്കുന്നു. അതുപോലെ തന്നെ കണ്ടോ, കടം, എല്ലാവിധ കടങ്ങളിൽ നിന്നും അല്ലാഹുവേ എന്നെ നീ രക്ഷപ്പെടുത്തണം എന്ന പ്രാർത്ഥന അതിൽ വരുന്നുണ്ട്. അവസാനം വഗലബത്തിർ റിജാൽ, അല്ലെങ്കിൽ വഖഹറുൽ റിജാൽ, ആളുകൾ എന്നെ അടക്കി ഭരിക്കുന്നതിൽ നിന്ന്. അത് നമ്മൾ അള്ളാഹുവോട് എപ്പോഴും ചോദിക്കേണ്ട വിഷയമാണ്. നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, വ്യക്തിത്വമുണ്ട്. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആരും താഴ്ത്താൻ പാടില്ല. നമ്മൾ അഹങ്കാരത്തോടു കൂടിയല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു സ്റ്റാറ്റസോട് കൂടി ആളുകൾക്കിടയിൽ നമുക്ക് എപ്പോഴും ആ ഈമാനോട് കൂടി നിൽക്കാൻ കഴിയണം. ആരും നമ്മെ അടക്കി ഭരിക്കാൻ വരരുത്. ചില സമയങ്ങളിൽ നമ്മൾ ചിലപ്പോ നാണം കെട്ടുപോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അതാണ് ഖഹറുർ റിജാൽ, ഗലബത്തുർ റിജാൽ. അതിൽ നിന്ന് റബ്ബിനെ രക്ഷപ്പെടുത്തണം. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച സഹാബി
അബൂ ഉമാമ പറയാണ് ഫഅദ്ഹബ അല്ലാഹു ഹമ്മി വഹുസ്നി വദൈനി, എന്റെ കടവും എന്റെ സങ്കടവും എന്റെ പ്രയാസവും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് മാറ്റി തന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വൽ അജ്സി വൽ കസ്ൽ വൽ ബുഖ്ലി വൽ ജുബൻ വൽ ഉദ്ദൈനി വഗലബത്തിർ റിജാൽ. എങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് ആ പ്രാർത്ഥന നമ്മൾ പ്രാവർത്തികമാക്കുക, സ്ഥിരമാക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കടത്തിൽ നിന്നും അതിന്റെ പ്രയാസങ്ങളിൽ നിന്നും അകപ്പെട്ടു പോയ ആളുകൾ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിർവഹിക്കുന്ന സ്വതക്കയാകട്ടെ, ആളുകൾക്ക് നൽകുന്ന കടമാകട്ടെ, അതിനെല്ലാം തക്കതായ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നിർവഹിക്കുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ ശമനം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.